ഹായ് ഹലോ നമസ്കാരം. PSC ടോക്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീക്കിലി കറണ്ട് അഫയേഴ്സ് സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ 7 ദിവസങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട 5 വാർത്തകൾ അതാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം PSC എക്സാമിൽ കറണ്ട് അഫയേഴ്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി ഓരോ വാർത്തകളും വിശകലനം ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ട 5 വാർത്തകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ജനുവരി 18 മുതൽ ജനുവരി 25 വരെ നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 വാർത്തകൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അവാർഡിനെ പറ്റിയാണ്. സാഹിത്യരംഗത്ത്, മലയാള സാഹിത്യരംഗത്ത് നമ്മൾ നൽകുന്ന ഓടക്കുഴൽ അവാർഡിനെ പറ്റി. 2024 ഓടക്കുഴൽ അവാർഡ് പ്രഖ്യാപിച്ചു. അവാർഡ് ജേതാവ് K. അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. സോ K. അരവിന്ദാക്ഷനെ പറ്റിയും ഗോപ എന്ന കൃതിയെ പറ്റിയും ഓടക്കുഴൽ അവാർഡിനെ പറ്റിയും ഒക്കെ നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം. മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് ഈ ഓടക്കുഴൽ അവാർഡ് നൽകുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്. മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് K. അരവിന്ദാക്ഷൻ അർഹനായി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആരാണ് ഈ അവാർഡ് നൽകുന്നത്? അത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ആരുടെ അനുസ്മരണാർത്ഥമാണ്? മഹാകവിയായിട്ടുള്ള, ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള, ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യത്തെ കവിയായിട്ടുള്ള മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണാർത്ഥമാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് അരവിന്ദാക്ഷന് 2024 ഓടക്കുഴൽ പുരസ്കാരം നൽകിയത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഗോപ എന്ന് പറയുന്ന നോവലിനാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. K. അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന് പറയുന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഇനി ഈ നോവലിനെ പറ്റി നോക്കുകയാണെങ്കിൽ ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ അദ്ദേഹത്തിൻ്റെ പത്നിയായ യശോധര എന്ന ഗോപ ചോദ്യം ചെയ്യുന്നതാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം. സോ ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ, 30ാമത്തെ വയസ്സിൽ കൊട്ടാരം വിട്ടിറങ്ങിയ സിദ്ധാർത്ഥനെ അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്ന യശോധര എന്ന് വിളിക്കുന്ന ഗോപ ചോദ്യം ചെയ്യുന്നതാണ് ഈ ഒരു നോവലിൻ്റെ ഇതിവൃത്തം. അപ്പോൾ നമ്മുടെ പുരസ്കാരത്തെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രശസ്തിപത്രം, ശില്പം, 30,000 രൂപ എന്നിവ അടങ്ങുന്നതാണ് ഓടക്കുഴൽ അവാർഡ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഓടക്കുഴൽ അവാർഡിനെ പറ്റി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് മഹാകവിയായിട്ടുള്ള G. ശങ്കരക്കുറുപ്പിൻ്റെ അനുസ്മരണാർത്ഥമാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ G. ശങ്കരക്കുറുപ്പിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കൃതിയാണ് ഓടക്കുഴൽ. ആ പേരിലാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. 30,000 രൂപയാണ് ഇവിടുത്തെ പ്രൈസ് മണി. ഇനി ഈ പുരസ്കാരം ലഭിച്ച അരവിന്ദാക്ഷനെ പറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന് പറയുന്ന നോവലിനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഈ ഗോപ എന്ന് പറയുന്ന നോവലിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പത്നിയായ യശോധരയെ പറ്റിയാണ് ഈ നോവൽ ഉള്ളതെന്നുള്ള കാര്യം ഓർക്കുക. യശോധരയെ വിളിക്കുന്ന പേരാണ് ഗോപ. അതാണ് നോവലിൻ്റെ ടൈറ്റിലായിട്ടുള്ള ഗോപ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി K. അരവിന്ദാക്ഷനെ പറ്റി നമുക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻ നോക്കാം. ഇതൊക്കെ തന്നെ കാണാതെ പഠിക്കേണ്ട ഇൻഫർമേഷൻ ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു അറിവ് ഉണ്ടായിരിക്കുക, ഒരു വായന ഉണ്ടാവേണ്ടതാണ്. 1953 ജൂൺ 10 K. അരവിന്ദാക്ഷൻ ജനിച്ചത്. കേരള സാഹിത്യ അക്കാദമി അവാർഡും ഗുരുദർശനം അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാക്ഷിമൊഴി, ഭോപ്പാൽ, പുതിയ ഗോത്രത്തിൻ്റെ ഉൽപ്പത്തി, എലിവേട്ടക്കാരുടെ കൈപ്പുസ്തകം, കുശിനാരയിലേക്ക്, മറുപാതി, അലക്ക് യന്ത്രം, മീര ചോദിക്കുന്നു, നിലാവിലെ വിരലുകൾ, രചിതയുടെ തിരോധാനം, ദൈവം തുറക്കാത്ത പുസ്തകം, ഉഭയജീവികളുടെ മാനിഫെസ്റ്റോ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ കേരള സാഹിത്യ അക്കാദമി വിന്നറാണ്. ഗുരുദർശനം അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓടക്കുഴൽ അവാർഡും ലഭിച്ചു. അത് ഗോപ എന്ന് പറയുന്ന നോവലിനാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രശസ്തമായിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ സാക്ഷിമൊഴി, ഭോപ്പാൽ, പുതിയ ഗോത്രത്തിൻ്റെ ഉൽപ്പത്തി, എലിവേട്ടക്കാരുടെ കൈപ്പുസ്തകം, കുശിനാരയിലേക്ക്, മറുപാതി, അലക്കുയന്ത്രം, മീര ചോദിക്കുന്നു, നിലാവിലെ വിരലുകൾ, രചിതയുടെ തിരോധാനം, ദൈവം തുറക്കാത്ത പുസ്തകം,
ഉഭയജീവികളുടെ മാനിഫെസ്റ്റോ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മറ്റു കൃതികൾ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ അതൊക്കെയാണ് നമ്മൾ അരവിന്ദാക്ഷനെ പറ്റി, ഈ വർഷത്തെ ഓടക്കുഴൽ അവാർഡ് വിന്നറായിട്ടുള്ള അരവിന്ദാക്ഷനെ പറ്റി നമ്മൾ കാണുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത കായിക ലോകത്തു നിന്നാണ് വരുന്നത്. പ്രഥമ ഖോ ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ് എന്നുള്ള വളരെ അഭിമാനകരമായിട്ടുള്ളൊരു വസ്തുതയാണ് നമുക്ക് മുൻപിൽ ഇനി രണ്ടാമതായി നമ്മൾ കാണുന്നത്. സോ ഖോ എന്ന് പറയുന്നത് രജിത വിജയൻ്റെ ഒരു സിനിമയുണ്ട് ഇതേ പേരിൽ. ഇതൊരു ഇന്ത്യയിലെ ഒരു പരമ്പരാഗത കായിക വിനോദമാണ് ഖോ. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് വേൾഡ് കപ്പ്, ലോകകപ്പ് ഇന്ത്യ ആതിഥേയം വഹിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നു. അതിൽ പുരുഷന്മാരുടെ വിഭാഗത്തിലും വനിതകളുടെ വിഭാഗത്തിലും കിരീടം നേടിയത് ഇന്ത്യൻ ടീമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. സോ പ്രഥമ ഖോ ലോകകപ്പ് വിന്നേഴ്സ് ആയത് ഇന്ത്യയാണ് എന്നുള്ള കാര്യം ഓർക്കുക. പുരുഷന്മാരുടെ ടീമിലും വനിതകളുടെ ഖോ ചാമ്പ്യൻഷിപ്പിലും നമുക്കാണ് കിരീടം. നമ്മൾ നേപ്പാളിനെയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. നമുക്ക് ഈ വാർത്തയുടെ കുറച്ച് വിശദാംശങ്ങൾ നോക്കാം. പ്രഥമ ഖോ വേൾഡ് കപ്പിൻ്റെ വെന്യൂ അത് ന്യൂഡൽഹി ആയിരുന്നു, ഇന്ത്യയിലെ ന്യൂഡൽഹി ആയിരുന്നു പ്രഥമ ഖോ വേൾഡ് കപ്പിൻ്റെ വേദി. ഈ പ്രഥമ ഖോ ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യം 10th പ്രിലിംസ് എക്സാമിന്, രണ്ടാം ഘട്ടത്തിലെ 10th പ്രിലിംസ് എക്സാമിന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഓർത്തു വെക്കുക, ഇത് ഇനിയും ചോദിക്കുവാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രഥമ ഖോ ലോകകപ്പിൻ്റെ വേദി ഇന്ത്യ ആയിരുന്നു. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ ലോകകപ്പ് കിരീടം ഉയർത്തി. ഇരു വിഭാഗങ്ങളിലും നേപ്പാളിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതൊന്ന് ഓർത്തു വെക്കുക. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ കിരീടം ചൂടി. അതിൽ 2 വിഭാഗങ്ങളിലും നമ്മൾ നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ പുരുഷ ഖോ ടീം ക്യാപ്റ്റൻ പ്രതീക് വൈഗർ ആയിരുന്നു. പുരുഷ ഖോ ടീമിൻ്റെ ക്യാപ്റ്റൻ പ്രതീക് വൈഗർ, വനിതാ ഖോ ടീമിൻ്റെ ക്യാപ്റ്റൻ പ്രിയങ്ക ഇംഗ്ലെ. ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിത്തന്ന പുരുഷ ഖോ ടീമിൻ്റെ ക്യാപ്റ്റൻ പ്രദീപ് വൈഗറും വനിതാ ഖോ ടീമിൻ്റെ ക്യാപ്റ്റൻ പ്രിയങ്ക ഇംഗ്ലെയുമാണെന്ന് ഓർക്കുക. ഇനി മലയാളികൾക്ക് അഭിമാനകരമായൊരു വസ്തുത, ഈ ഒരു ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന ഏക മലയാളി നിഖിലാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. പ്രഥമ ഖോ വേൾഡ് കപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന ഏക മലയാളി താരം നിഖിലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ഇതാണ് നമ്മുടെ ഖോ ലോകകപ്പിനെ പറ്റിയുള്ള കുറച്ച് വസ്തുതകൾ, ഇൻഫർമേഷൻ. നമുക്കിനി നമ്മുടെ മൂന്നാമത്തെ വാർത്ത നോക്കാം. അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാമതും ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിൻ്റെ വാർത്ത നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. സോ നമുക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു സത്യപ്രതിജ്ഞയെ പറ്റിയും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അമേരിക്കയുടെ US-ൻ്റെ 47ാമത് പ്രസിഡന്റ് ആയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത്. അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ജോ ബൈഡന് മുൻപ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്തും അദ്ദേഹമായിരുന്നു ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹത്തിന് ശേഷം ജോ ബൈഡൻ അധികാരത്തിലേറിയപ്പോൾ ജോ ബൈഡനായി ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ്. ജോ ബൈഡനേക്കാൾ 5 മാസം മൂത്തതാണ് ഡൊണാൾഡ് ട്രംപ്. സോ അങ്ങനെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്നുള്ളൊരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ട്രംപ് അധികാരത്തിലേറിയ ശേഷം കുറച്ച് സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. അവയിൽ 1-2 തീരുമാനങ്ങളാണ് ലോകാരോഗ്യ സംഘടന, പാരീസ് ഉടമ്പടി തുടങ്ങിയവയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം. സോ 2025 ജനുവരിയിൽ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, ലോകാരോഗ്യ സംഘടന, പിന്നെ കാലാവസ്ഥാ മാറ്റങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള പാരീസ് ഉടമ്പടി, ഈ 2 നിന്നും പിന്മാറിയ രാജ്യമാണ് USA. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന, പാരീസ് ഉടമ്പടി തുടങ്ങിയവയിൽ നിന്നുള്ള പിന്മാറ്റം പ്രഖ്യാപിച്ച രാജ്യമാണ് USA എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വസ്തുത, US-ൻ്റെ സെക്കൻഡ് ലേഡിയാകുന്ന ആദ്യ ഇന്ത്യൻ വംശജ ആരാണെന്നൊരു ചോദ്യം ചോദിക്കാം. US-ൻ്റെ സെക്കൻഡ് ലേഡി, അതായത് വൈസ് പ്രസിഡന്റിൻ്റെ വൈഫ്, US-ൻ്റെ സെക്കൻഡ് ലേഡി ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജ ആരാണ്? അത് ഉഷ വാൻസ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. US-ൻ്റെ സെക്കൻഡ് ലേഡി ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് ഉഷ വാൻസ്. കഴിഞ്ഞ വർഷം വൈസ് പ്രസിഡന്റായിട്ട് കമല ഹാരിസ് അധികാരമേറ്റിരുന്നു. ഇത്തവണ US-ൻ്റെ സെക്കൻഡ് ലേഡിയായി മാറുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് ഉഷ വാൻസ്. ഇനി USA-യുടെ 50ാമത്
വൈസ് പ്രസിഡന്റായ വാൻസിൻ്റെ JD വാൻസിൻ്റെ പത്നിയാണ്, വൈഫാണ് ഉഷ വാൻസ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ഡൊണാൾഡ് ട്രംപിനെ പറ്റി പഠിക്കുമ്പം ഈ ഒരു വസ്തുത കൂടി മറന്നു പോകരുത്. US-ന്റെ സെക്കൻഡ് ലേഡി ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് US-ന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസിൻ്റെ പത്നിയായിട്ടുള്ള ഉഷ വാൻസ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ഇതാണ് നമ്മൾ ഈ ഒരു വാർത്തയിൽ നിന്നും പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് വസ്തുതകൾ. ഇനി നമുക്ക് നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്ത നോക്കാം. അതൊരു ദുരന്തങ്ങൾ, ഡിസാസ്റ്റേഴ്സ് ഒക്കെ തന്നെ വരുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വാർണിംഗ് സിസ്റ്റം കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വികസിപ്പിച്ചെടുത്തു. സോ നമ്മളിനി അതിനെപ്പറ്റിയാണ് പറയുന്നത്. കവചം എന്നുള്ളതാണ് ആ ഒരു വാർണിംഗ് സിസ്റ്റത്തിൻ്റെ പേര്. ഈ കവചം എന്ന് പറയുന്നത് കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ്. കവചം എന്ന് പറയുന്നത് കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. കവചം എന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ ഇന്ത്യൻ റെയിൽവേ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ട്രെയിനുകൾ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടി അവിടെ സംരക്ഷണം നൽകുന്ന ഒരു കവചിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ആ കവച് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വേറൊന്നാണ്. ഇത് ഡിസാസ്റ്റർ, ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങളെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോൾ വാർണിംഗ് നൽകുന്ന കേരള ദുരന്ത നിവാരണ അതോറിറ്റി വികസിപ്പിച്ചെടുത്ത ഒരു വാർണിംഗ് സിസ്റ്റമാണ്. സോ അതാണ് കവചം. അതിൻ്റെ ഫുൾ ഫോം കൂടി പഠിക്കുക. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളതാണ് കവചത്തിൻ്റെ പൂർണ്ണരൂപം. നമുക്ക് ഈ കവചത്തെ പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരുക്കിയ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം എന്നുള്ള കാര്യം ഓർക്കുക. സോ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വികസിപ്പിച്ചെടുത്ത മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം എന്നുള്ള കാര്യം ഓർക്കുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഇത് വികസിപ്പിച്ചെടുത്തത് എന്നുള്ള കാര്യം ഓർക്കുക. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, കേന്ദ്ര ജല കമ്മീഷൻ എന്നിവയുടെ അതിതീവ്ര ദുരന്ത മുന്നറിയിപ്പ് സംസ്ഥാനത്തേക്ക് എല്ലായിടത്തേക്കും എത്തിക്കുന്ന സംവിധാനമാണിത്. ഇത് സംസ്ഥാനത്ത് എല്ലായിടത്തേക്കും നമ്മുടെ വാർണിംഗ് സിസ്റ്റം, മുന്നറിയിപ്പ് എത്തിക്കുന്ന സംവിധാനമാണ് കവചം എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതിതീവ്ര ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ കേന്ദ്ര നോഡൽ വകുപ്പുകളിൽ നിന്ന് ലഭിക്കുമ്പോൾ ഉടൻ മെസ്സേജുകളായി പൊതുജനങ്ങളിൽ എത്തിക്കുവാൻ ഇതുകൊണ്ട് സാധിക്കും. കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെ ദുരന്ത സാധ്യതകളെ യഥാസമയം നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സാധ്യത മുന്നിൽ കണ്ടാൽ ദ്രുതഗതിയിൽ ഇടപെടുകയും ചെയ്യുന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. സോ കവചം എന്ന് പറയുന്ന ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്ത നിവാരണ അതോറിറ്റി വികസിപ്പിച്ചെടുത്ത ഒരു മുന്നറിയിപ്പ് സിസ്റ്റമാണ്, ഒരു വാർണിംഗ് സിസ്റ്റമാണ്. കേരളത്തിൽ എല്ലായിടത്തേക്കും ഈ വാർണിംഗുകൾ എത്തും എന്നുള്ള കാര്യം കൂടി, വാർണിംഗ്സ് എത്തും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ഇതാണ് ഇതിനെപ്പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. നമുക്കിനി അഞ്ചാമത്തെ അവസാനത്തെ വാർത്ത നോക്കാം. ഇതും ഒരു പുരസ്കാരത്തെ പറ്റിയുള്ളതാണ്. ടെൻസിൻ നോർഗെ സാഹസിക പുരസ്കാരം 2023 ജിതിൻ വിജയൻ അർഹനായി എന്നുള്ളതാണ് വാർത്ത. ടെൻസിൻ നോർഗെ സാഹസിക പുരസ്കാരം 2023 മലയാളിയായിട്ടുള്ള ജിതിൻ വിജയൻ അർഹനായി എന്നുള്ളതാണ് വാർത്ത. നമുക്ക് ഈ വാർത്തയുടെ കുറച്ച് വിശദാംശങ്ങൾ നോക്കാം. എന്താണ് ഈ ടെൻസിൻ നോർഗെ പുരസ്കാരം, ആരാണ് ജിതിൻ വിജയൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 2023 എയർ അഡ്വഞ്ചർ വിഭാഗത്തിൽ ടെൻസിൻ നോർഗെ സാഹസിക പുരസ്കാരം നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ എന്നുള്ള കാര്യം ഓർക്കുക. 2023 എയർ അഡ്വഞ്ചർ ആകാശ സാഹസികതയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ജിതിൻ വിജയനെ തേടിയെത്തിയത് എന്നുള്ള കാര്യം ഓർക്കുക. കരയിലോ കടലിലോ വായുവിലോ നടത്തുന്ന സാഹസിക കായിക പ്രവർത്തികളിൽ അസാധാരണ നേട്ടം കൈവരിക്കുന്നവർക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരമാണ് ടെൻസിൻ നോർഗെ പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക. കരയിലോ കടലിലോ വായുവിലോ നടത്തുന്ന അസാധാരണ സാഹസിക പ്രവർത്തനങ്ങളിൽ നേട്ടം കൈവരിക്കുന്നവർക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരമാണ് ടെൻസിൻ നോർഗെ പുരസ്കാരം. നമ്മൾ കായിക രംഗത്ത് കൊടുക്കുന്ന അർജുന അവാർഡിന് തത്തുല്യമായിട്ടുള്ള പുരസ്കാരമാണ് ടെൻസിൻ നോർഗെ പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക. ഈ ടെൻസിൻ നോർഗെ എന്നുള്ള പേര് നിങ്ങൾക്ക് ഒരുപക്ഷെ സുപരിചിതമായേക്കാം. 1953 എഡ്വൺ ഹിലാരിയോടൊപ്പം എവറസ്റ്റ് കീഴടക്കിയ സംഘത്തിലെ ടെൻസിൻ നോർഗെയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു പുരസ്കാരത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയത് എന്നുള്ള കാര്യം ഓർക്കുക. സോ 2023
ടെൻസിൻ നോർഗെ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ജിതിൻ വിജയൻ എന്നുള്ള കാര്യം ഓർക്കുക. അർജുന അവാർഡിന് തത്തുല്യമായിട്ട് നൽകുന്ന സാഹസിക പ്രവർത്തനങ്ങളിൽ വളരെ സുപ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് നൽകുന്ന പുരസ്കാരമാണ് ടെൻസിൻ നോർഗെ പുരസ്കാരം. 2023 എയർ അഡ്വഞ്ചർ വിഭാഗത്തിൽ ആ പുരസ്കാരം നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അദ്ദേഹം സ്കൈ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള പല വിനോദങ്ങളിലും വളരെയധികം പ്രശംസനീയാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട 5 വാർത്തകൾ നമ്മൾ കണ്ടു. അതിൻ്റെ കുറച്ച് അഡീഷണൽ ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാമിനാണെങ്കിലും ഇനി വരുന്ന മറ്റേതൊരു എക്സാമിനാണെങ്കിലും വസ്തുതകളെ കുറച്ചും കൂടെ വിശാലമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളെ ആൻസർ ചെയ്യുന്നതിന് അത്തരം വിശാലമായിട്ടുള്ളൊരു പഠനം നമ്മളെ സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സോ അങ്ങനെയുള്ള പഠനത്തിന് എല്ലാവരും ഒരുങ്ങണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുക്കണമെങ്കിൽ താഴെ കാണുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. അപ്പോൾ കൂടുതൽ വാർത്തകളുമായിട്ട് വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.